ഇത് തിയേറ്റർ ആർട്ടിസ്റ്റായും അഭിനേത്രിയായും നർത്തകിയായും കലാരംഗത്ത് ശ്രദ്ധേയയായ ഗിരിജ സുരേന്ദ്രൻ. നാടകത്തിലും സിനിമയിലും സീരിയലിലും വെബ് സീരീസുകളിലുമായി അഭിനയ പ്രാധാന്യമുള്ള നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ് ഈ അഭിനേത്രി ശ്രദ്ധേയമാകുന്നത്. നർത്തകി കൂടിയായ ഗിരിജ സുരേന്ദ്രന് സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഞാനറിഞ്ഞ ക്രിസ്തുവിലൂടെ മനസ്സ് തുറക്കുന്നു ഗിരിജ സുരേന്ദ്രൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അടുത്ത് താമസിക്കുന്ന വീട്ടിൽ ധാരാളം ഫാദറൊക്കെ ഉള്ള കന്യാസ്ത്രീകളൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിലെ നമ്മൾ കൊച്ചായിരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ മറ്റുടുപ്പിട്ട, അതായത് അച്ഛന്മാരുടെ ഉടുപ്പിട്ടതും കന്യാസ്ത്രീകളുടെ ഉടുപ്പിട്ടവരും ധാരാളം വന്ന് ഇറങ്ങുകയും അവരെല്ലാവരും വരികയും പോവുകയും ചെയ്യുന്ന ഒരു വീടാണ്. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞിൽ തൊട്ട് ഇവരുടെ വസ്ത്രവും ഇതുമൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് മതം അങ്ങനെയൊന്നും അറിയത്തില്ല, ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടികളാണ്, അല്ലെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് അവർ ആ വസ്ത്രങ്ങൾ അണിയുന്നത് എന്നൊക്കെ അങ്ങനെ മനസ്സിലായി. പിന്നെ പള്ളിയൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ള വലിയ ഭംഗിയാണല്ലോ അതെപ്പോഴും. നമ്മളെ അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേറൊരു വശം. അപ്പം ആ ഒരു ഭംഗിയിലൊക്കെ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ശരിക്കും എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അതൊക്കെ പാളയം പള്ളിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചുമ്മാ കാണിക്കാനായിട്ട് ഞങ്ങൾ കൊണ്ടുപോകാം. കാരണം നമ്മുടെ നമുക്ക് അടുത്താണല്ലോ ലൈബ്രറി പോകുമ്പോഴും അങ്ങനെയൊക്കെ ലൈബ്രറിയിൽ കുഞ്ഞിലേ കൊണ്ടുപോകും. അപ്പോൾ ലൈബ്രറിയിലൊക്കെ പോകുമ്പോഴേക്ക് അവിടെ ഇങ്ങനെ നോക്കുമ്പോഴേക്ക് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും കയറിപ്പോവാം. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ അവിടെ പോവുകയും അവിടെ ചെന്നിരിക്കുകയും മറ്റുള്ളവർ എന്തൊക്കെ കാണിക്കണോ അതൊക്കെ ഇങ്ങനെ ഇരുന്ന്, അപ്പോഴും ഒരു ഭക്തിയോ വിശ്വാസമോ അതൊന്നുമില്ല. അവരെന്ത് ചെയ്യുന്നു, അപ്പം അവിടെ ചെന്ന് നമ്മൾ അമ്പലത്തിൽ തൊഴുമ്പോലെ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴേക്ക് പറയും അങ്ങനെയല്ല, ഇങ്ങനെ മുട്ടുകുത്തിയാണ് നമസ്കരിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ഇരുന്ന് അതുപോലെ ഈ പറഞ്ഞ പോലെ ആക്ഷൻ മാത്രം ചെയ്ത് അതൊക്കെ കണ്ട് അത്ഭുതത്തോടു കൂടി വരും. ഒരു പ്രാവശ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പിന്നെ കുർബാന സമയത്തെങ്ങാണ്ടാണ് അച്ഛൻ എല്ലാവർക്കും വായിൽ ഇത് തൊട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് തരുമോ തരൂലെന്ന് അറിയത്തില്ല. അച്ഛൻ എന്നിട്ട് ബ്ലസ് ചെയ്ത് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് പേടിയായിരുന്നു, അങ്ങനെ പോയില്ല. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ച് റെക്കമെൻഡ് ചെയ്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്കും കൂടെ പോകണം. അങ്ങനെ കൂട്ടുകാരിയുടെ റെക്കമെൻഡേഷനോടുകൂടി എന്നോട് പറഞ്ഞു ചുമ്മാ കൂടെ അങ്ങ് വന്നാൽ മതി, ഞാൻ ചെയ്യുമ്പോൾ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഫാദറിനെ നമസ്കരിച്ച് അത് വാങ്ങിച്ച്, എന്ന് വെച്ചാൽ നമ്മുടെ പ്രസാദം പോലെയാണല്ലോ, കഴിച്ച് അങ്ങനെ ഞങ്ങൾ വന്നു. അങ്ങനെ ഓരോരോ അപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്നത് ക്രിസ്ത്യനാണ്. പാളയം പള്ളിയിലെ ഏറ്റവും വലിയ ഒരു അത്രയും അവരുടെ അച്ഛനൊക്കെ എൻ്റെ അവിടെ ഫാദർ, ആ കുട്ടിയുടെ ഫാദർ അവിടുത്തെ വലിയ ആളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അത് കാരണം അങ്ങനെ എനിക്ക് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞു. അതുപോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ വിനോദം എന്താണെന്നറിയോ, ക്രിസ്മസ് ആവാൻ വേണ്ടി കാത്തിരിക്കും, എല്ലാവർക്കും കാർഡ് കൊടുക്കാൻ. കോട്ടൺ സ്കൂളിലാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് പള്ളി ഉണ്ടല്ലോ, അവരുടെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഈ കാർഡ് അവിടെ കാർഡ് വാങ്ങിക്കാൻ അറിയാവുള്ളൂ. അവിടുന്ന് കാർഡ് വാങ്ങുക, എല്ലാവർക്കും അത് ക്രിസ്മസ് ആകുമ്പോഴേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അതുപോലെ പക്ഷേ എനിക്കൊരിക്കലും അതൊരു ദൈവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവികം അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. അതൊരു നമ്മുടെ അത്ഭുതം എന്നുള്ള രീതിയിലല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെയാണ് കണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു എന്നെ ആകർഷിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കാണെങ്കിൽ അമ്പലത്തിൽ പോകണമെങ്കിൽ കുളിക്കണം, നമ്മളങ്ങനെ ഈറമുടിയോടുകൂടിയൊക്കെ അമ്പലത്തിൽ പോവും, അങ്ങനെയല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല പുട്ടപ്പൊക്കെ ചെയ്ത് നല്ല അടുക്കി സാരിയൊക്കെ കൊടുത്ത് അതെന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് കുഞ്ഞിലെ. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയും ഒക്കെ അവരൊക്കെ പോകുമ്പം ഞാനെപ്പോഴും നോക്കും, എത്ര രസമാണ് മുടിയൊക്കെ പുട്ടപ്പ് ചെയ്ത് സാരിയൊക്കെ അടുക്കി ഇട്ട് അങ്ങനെ പോവും. നമ്മളാണെങ്കിൽ കാലത്തെ കുളിച്ച്
കുളിക്കാതെ പോകാൻ പറ്റില്ലല്ലോ നമുക്ക്. നമ്മൾ കുളിച്ച് അങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുട്ടിക്കാലത്തെയുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു എന്നെ അട്രാക്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ വലുതായപ്പോൾ അങ്ങനെയല്ല. വലുതായപ്പോൾ എങ്ങനെയാണ്, ആ പള്ളിയിൽ പോയാൽ നമുക്ക് 7 തേഴ്സ്ഡേ ആ പള്ളിയിൽ പോയാൽ നമുക്ക് വിചാരിക്കുന്ന കാര്യം നടക്കും. അപ്പോഴേക്കും നമുക്ക് വിശ്വാസം വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ട് 7 വ്യാഴാഴ്ച പോയി മെഴുകുതിരി കത്തിക്കുമ്പോഴേക്ക് നടക്കുമോ നടക്കൂല എന്നുള്ളതൊന്നുമല്ല. പക്ഷെ അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം പോയാൽ പറയും, ഫ്രണ്ട് പറയാം, ആ നീ ഇടയ്ക്ക് മുടക്കിയില്ലേ, അതുകൊണ്ടാണ് അത് നടക്കാത്തത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ഓരോരോ ചെറിയ പിന്നെ നമ്മൾ അവിടെയായിട്ട് കൂടുതൽ അടുപ്പമായി. അപ്പം നമുക്ക് മതപരമായ വിശ്വാസമോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. മെഴുകുതിരി കത്തിക്കുക, പിന്നെ അങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പം ഞാൻ പറയാം, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് കുറേ കാര്യങ്ങൾ അവരുടെ പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസിന് ഞങ്ങൾ അങ്ങോട്ട് പോവും, തിരിച്ച് അവരും ഇങ്ങോട്ട് നമ്മുടെ വിശേഷങ്ങൾക്ക് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ എല്ലാ ആഘോഷങ്ങളിലും എല്ലാ പ്രെയറിലുമൊക്കെ പങ്കെടുക്കും. പക്ഷേ പ്രെയറിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലെ എല്ലാ ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുക്കുകയും അവരുടെ പ്രെയറിലെല്ലാം ഞങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്കൊരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു ദൈവികമായ ഒന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കാര്യം അവർ ചെയ്യുന്ന പോലെ ചെയ്യുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും ഇതെന്ന് വെച്ചാൽ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ നോൺ വെജ് കഴിക്കില്ല, അവർ നോൺ വെജ് കഴിക്കും. ആ ഒരു ഇത് കുഞ്ഞല്ലേ, കുഞ്ഞല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞെന്നല്ല, കുറച്ച് ഇരുതാകുമ്പോഴും നമ്മളെപ്പോഴും ഇൻട്രസ്റ്റ് ആവുന്നത് എപ്പോഴാണ് നോൺ വെജ് കഴിക്കുന്നതിലൊക്കെ അല്ലേ, അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ഇഷ്ടം. അപ്പോൾ അതൊക്കെ എനിക്കെപ്പോഴും അട്രാക്ഷൻ എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എനിക്കതൊരു, ഞാൻ പറഞ്ഞില്ലേ, ഈ 7 പിന്നെ തേഴ്സ്ഡേ നമ്മൾ പള്ളിയിൽ പോയി, അങ്ങനെ പള്ളിയിലൊരു ഒരു 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 ഇത് വന്നു കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഫ്രീക്വൻ്റായിട്ട് നമ്മൾ പോകുമ്പം അവിടുത്തെ ഫാദറൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം അവരെങ്ങനെ പ്രേ ചെയ്യേണ്ടതെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. കാര്യം അങ്ങനെ എനിക്ക് ഭഗവാൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നടക്കുമ്പോൾ അപ്പോൾ നമുക്കവിടെ വിശ്വാസം കൂടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നുള്ള അവിടുത്തെ ഫാദർ എനിക്ക് പറഞ്ഞു തന്നു പ്രേ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ. അപ്പം ഞാൻ അതനുസരിച്ച് പ്രേ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, അപ്പം അത് ഭയങ്കര ദൈവികമാണല്ലോ, നമ്മളെ മനസ്സിൽ ഉൾക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. പിന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ പ്രവാചകനായിട്ടും അദ്ദേഹത്തിനെ ഞാൻ അങ്ങനെ യേശുദേവനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത്. നമുക്ക് ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മൾ എന്നുവെച്ചാൽ എപ്പോഴും നമ്മൾ പറയുമല്ലോ, ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കാനാണ് പറയണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ചേട് കാണിക്കുന്നതിന് മറ്റേ ചേടും കാണിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അത്രത്തോളം പാവമായിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്തൊന്നിനും പോകണ്ട, അതിൻ്റെ പാകം ദൈവം കാണിച്ചോളും ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെ കാണിച്ചുകൊണ്ട് നിന്നാൽ നമ്മൾ അടികൊണ്ട് ചാവത്തേ ഉള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ലല്ലോ, അദ്ദേഹം അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അത് മനസ്സിലാക്കി തരികയും നമുക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? നമ്മൾ പറയില്ലേ, പാപം ചെയ്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ കല്ലെറിയാൻ ആരുമില്ല. എല്ലാവർക്കും കുറ്റം ചെയ്യുന്നവർ, ഒരു കൈയില്ലാത്തവൻ, ഒരു വിരലില്ലാത്തവനെ കുറ്റം പറയുന്ന അതേ എക്സാമ്പിളാണ് അദ്ദേഹം ഓരോ രീതിയിലും കാണിച്ചു തരുന്നത്. കാര്യം നമ്മളെപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മറച്ചു വെച്ച് മറ്റവൻ്റെ ചെറിയ കുറ്റങ്ങളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അദ്ദേഹത്തിൻ്റെ ഓരോ വചനങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഓരോ ജീവിത അനുഭവങ്ങൾ തന്നെയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം എത്രത്തോളം മറ്റുള്ളവരെ സ്നേഹിച്ചിരുന്നു, എങ്ങനെയാണ് അത് ഉൾക്കൊണ്ടിരുന്നത്, നമ്മളതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന്. നമ്മുടെ മനുഷ്യൻ്റെ എല്ലാ
പ്രവൃത്തികളും എങ്ങനെയാണ്? ഒരു കൈ ഇല്ലാത്തവൻ ഒരു വിരലില്ലാത്തവനെ കുറ്റം പറയും. പക്ഷേ നമ്മുടെ കുറ്റവും തെറ്റും മാറ്റിവെച്ച് മറ്റുള്ളവരിൽ എന്താണ് കുറ്റം എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രവൃത്തി. അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്യമം എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചിരുന്നാലും അദ്ദേഹത്തിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്കതാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കാനും ആരാധിക്കാനും ഉള്ള ഏറ്റവും വലിയ പ്രചോദനം നൽകുന്നത് അത് തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അതെത്ര അർത്ഥവത്തായ ഒരു വചനമാണ്. നമുക്കൊരിക്കലും സാധിക്കാത്ത വചനം. അത് ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും സാധിക്കില്ല. കാര്യം എല്ലാവരും സെൽഫിഷാണ്, ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും. ഞാൻ എൻ്റെ കാര്യം ഞാൻ എന്നുള്ളതല്ലാതെ എനിക്ക് അയൽക്കാരനെ സ്നേഹിക്കുന്ന വേറെ തരത്തിൽ സ്നേഹിക്കുന്നുണ്ടാവാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ രീതിയിൽ എനിക്കില്ലെങ്കിലും ഞാൻ അവന് കൊടുത്ത് അവനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ അവരെ ഒരു കൈത്താങ്ങാവുക എന്നുള്ളതാണ് അദ്ദേഹം മീൻ ചെയ്തത്. പക്ഷെ ആ രീതിയിൽ ആരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈവൻ ക്രിസ്തുമതം സ്വീകരിച്ച് ജീവിക്കുന്നവർ പോലും. എന്നുവെച്ചാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുന്നേ തന്നെ പല പ്രവാചകന്മാരെയും ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവർക്കാർക്കും മനുഷ്യൻ്റെ പാപം കളയാനോ ഒന്നും സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഈ വചനങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാപം എല്ലാം മാറും, നല്ല മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാവുന്നതാണ്. പക്ഷെ ഇന്നത്തെ തലമുറ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, യേശുദേവനെ മനസ്സിലാക്കും, പക്ഷെ അത് ഉൾക്കൊണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാര്യം അത് ഈ തലമുറയുടെ കുഴപ്പമാണ്, യേശുക്രിസ്തുവിൻ്റെ കുഴപ്പമില്ല. അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ കുറേയൊക്കെ ആ വ്യത്യാസം അവരിലുണ്ടാവും. അതുപോലെ ക്രിസ്തു എന്ന് പറയുമ്പോൾ സ്നേഹമാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. കാര്യം അദ്ദേഹം എപ്പോഴും പറയുന്നത് അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല, എല്ലാവരെയും സ്നേഹിക്കുക. അദ്ദേഹത്തിൻ്റെ ഓരോ വചനങ്ങളെയും സ്നേഹമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിലും അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തികളും നമ്മളെടുത്ത് അദ്ദേഹത്തിന് അവസാനം ഒറ്റുകൊടുക്കുന്ന സമയത്ത് പോലും എന്താണ്, അദ്ദേഹത്തിന് അത് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം അതിനെ എഗെയിൻസ്റ്റായിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് എഗെയിൻസ്റ്റായിട്ടോ ഒന്നും പ്രവർത്തിച്ചില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് സ്നേഹം ഏത് മതസ്ഥരാണെങ്കിലും ഏത് വിശ്വാസത്തിലുള്ളവരായിരുന്നാലും യേശുക്രിസ്തു എന്ന് വിചാരിക്കുമ്പോൾ സ്നേഹമാണ്, സ്നേഹത്തിന് തുല്യം, അതാണ് യേശുക്രിസ്തു എന്ന് മാത്രമാണ് നമ്മുടെ മനസ്സിലൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ക്രിസ്തു അവതാര പുരുഷനാണെന്ന് പറയുന്നു. അദ്ദേഹം സംഹാരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നേ ഉണ്ടായിട്ടില്ല. അവസാന നിമിഷങ്ങളിൽ പോലും അദ്ദേഹത്തിനെ ചതിച്ചവർക്ക് പോലും അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം കുരിശിൽ കിടക്കുമ്പോഴും അദ്ദേഹം പറയുന്നത്, ഇവർ ചെയ്യുന്ന പാപം എന്താണെന്ന് ഇവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്നാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴെങ്കിലും നമുക്കങ്ങനെ പറ്റിയിട്ടുണ്ടോ? നമ്മളൊന്ന് നോവിച്ചാൽ പോലും നമ്മളെപ്പോഴും എന്താണ്, ആ നോവിച്ചവന് എനിക്ക് തന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ അവന് കൊടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ക്ഷമിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ മാതൃകയാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ആ സ്നേഹം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും, അല്ലേ? അപ്പം ആ ഒരു സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പരസ്പരമുള്ള ഈ പറഞ്ഞ പോലെ വഴക്കും ഇതും യുദ്ധമായിരുന്നാലും ഏത് കാര്യമായിരുന്നാലും നമ്മൾ എന്തിന് നമ്മൾ സംഹരിക്കാൻ അല്ലെങ്കിൽ സംഹരിക്കാൻ തന്നെ നമ്മൾ ഒരാളോടൊരു വിരോധം തോന്നുകയോ അങ്ങനെയൊക്കെ എന്ത് വന്നിരുന്നാലും നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിനെ ഉപദ്രവിച്ചവരുടെ അടുത്ത് പോലും അദ്ദേഹം പറഞ്ഞ എന്താണ്, ദൈവമേ ഇവരോട് പൊറുക്കണമേ എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ നമ്മൾക്ക് കഴിയട്ടെ എന്നുള്ളത് മാത്രമേ ക്രിസ്തുവിനെ മനസ്സിലാക്കി എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വേറൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ സ്കൂളിൽ കുട്ടിയായിരിക്കുന്ന സമയമാണ്. അപ്പോഴേക്ക് എന്ന് വെച്ചാൽ യേശുവിനെ അറിയാം, യേശു എന്ന് പറയുന്നത് എന്തോ ആണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലുണ്ട്. അപ്പോഴാണ് പോപ്പ് വരുന്നു, തിരുവനന്തപുരത്ത് വരുന്നു, അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ ഓർമ്മ.
പോപ്പ് വരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ പറയാം, എനിക്ക് ക്രിസ്ത്യൻ കൂട്ടുകാരികളുണ്ട്. എൻ്റെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നവരുടെ വീട്ടിൽ ഫാദറും സിസ്റ്റേഴ്സും ഒക്കെ വരുന്ന ഒരു ഇതാണ്. അപ്പം എല്ലായിടത്തും ഭയങ്കര ആഘോഷം, ഭയങ്കര ഒരിത്. അപ്പം ഞാൻ എനിക്ക് പോപ്പെന്ന് പറയുമ്പോൾ അങ്ങനെ എനിക്കറിയണം, എൻ്റെ മനസ്സിൽ ക്രിസ്തു വരുന്നു നമ്മളെല്ലാം കാണാൻ തിരുവനന്തപുരത്ത്, ഇതേ എനിക്കറിയുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകില്ല. കാര്യം വേറെ നല്ല ഭയങ്കര തിരക്കാണ്, അത് നമുക്കൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ എന്നുള്ളതാണ് അന്നത്തെ കുഞ്ഞിലെയുള്ള എൻ്റെ മനസ്സിലുള്ള വിചാരം. അതാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് കാണണം. ഞാൻ ഭയങ്കര ബോളായിരുന്നു. അപ്പോൾ അവരെല്ലാം എൻ്റെ കൂട്ടുകാരിയൊന്നും ആ സമയത്തൊന്നും എനിക്ക് കിട്ടത്തില്ല. കാര്യം അവരുടെ വീട്ടിൽ അവരുടേതായ രീതിയിൽ അവർ അങ്ങ് ഇത് ചെയ്യണം. അപ്പോൾ എനിക്കപ്പം അവരോട് ചെന്ന് കണക്ട് ചെയ്ത് ഞാനും കൂടെ വരണമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെയെല്ലാം എനിക്കറിയില്ല, എനിക്ക് പറ്റില്ല അവരുടെ അടുത്തൊന്നും അങ്ങനെ പോയി പറയാനോ ഒന്നും. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയാൽ എനിക്ക് പോയി കാണാം. എനിക്ക് റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ എങ്ങാണ്ടോ എനിക്ക് കവേർഡായിട്ടുള്ള ഒരു ഇതിനകത്തൂടെ എങ്ങാണ്ടോ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്ന യേശു ഇതുവഴി വരികയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും അപ്പോൾ എനിക്കപ്പോഴൊന്നും വേറെ അറിയില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ ഭഗവാനല്ലേ കിട്ടും എന്നുള്ളതൊക്കെയാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഇരിക്കുന്നതായിരുന്നു. പക്ഷെ പിന്നെ വലുതാന് ശേഷമാണ് എന്തൊരു വിട്ടിത്തൊക്കെ ആയിരുന്നു ഞാൻ അന്ന് ആലോചിച്ചിരുന്നതെന്നുള്ള. കുട്ടികളായിരിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ തന്നെയല്ലേ ആലോചിക്കുന്നത്. അങ്ങനെയാണ് യേശുവിനെ മനസ്സിലാക്കാനും യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കാനും പിന്നൊക്കെ എനിക്കെല്ലാം ഒരു അത്ഭുതത്തിൽ കൂടെയാണ് അദ്ദേഹത്തിനെയും ഞാൻ കണ്ടിരുന്നത്. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്നേഹം. അദ്ദേഹത്തിനെ ആരൊക്കെ ഉപദ്രവിച്ചിരുന്നോ അവരെല്ലാം അദ്ദേഹം സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹം ആരെങ്കിലും സംഹരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ആരെങ്കിലും ഉപദ്രവിക്കുകയോ തിരിച്ചു ഉപദ്രവിക്കുകയോ ചെയ്യുന്നതായിട്ട് നമ്മൾ ഒന്നിലും കണ്ടിട്ടില്ല. അതുതന്നെയാണ് ആ സ്നേഹം, ആ വിശ്വാസം ഞാൻ കണ്ട യേശു. അദ്ദേഹത്തിൻ്റെ ഈ സ്നേഹമായിരിക്കാം ഗാന്ധിജി പോലും അദ്ദേഹത്തെ പിന്തുടർന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹം വളരെ സാത്വികമായ ഭാവമായിരുന്നല്ലോ. മീൻസ് ഒരു യുദ്ധത്തിനോ ഒന്നിനും പോവാതെ അദ്ദേഹത്തിൻ്റെതായ ഒരു തനിമ, അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റണേ, ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റണേ യേശുവിൻ്റെ പിന്നെ ജീവിതവുമായിട്ടാണ്. നമ്മുടെ ഗാന്ധിജി പോലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം യുദ്ധം ഇല്ലാതെ പോലും നമുക്ക് ഇന്ത്യയെ സ്വാതന്ത്ര്യമാക്കാൻ അദ്ദേഹത്തിന് അത്രത്തോളം പിന്നെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അപ്പോൾ യുദ്ധം വേണ്ട, അല്ലെങ്കിൽ യുദ്ധം ഇല്ലാതെയും അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കാതെയും ഉപദ്രവിക്കാതെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് യേശു ക്രിസ്തുവിൻ്റേത്. കാര്യം മനുഷ്യന് വേണ്ടി സ്വയം മരണത്തിലേക്ക് പോയ ഏക വ്യക്തി, മറ്റുള്ളവരാൽ ക്രൂശിക്കപ്പെട്ട് മരണം ഏറ്റുവാങ്ങിയ ആളാണ്. അതായത് സ്വന്തം അച്ഛനെ അമ്മയെക്കാളും സ്നേഹം മറ്റുള്ളവർക്ക് കൊടുത്ത് സ്വയം മരണത്തിലേക്ക് പോയ ആളാണ്. മറ്റുള്ളവരാൽ ക്രൂശിക്കപ്പെട്ടാണ്. എന്നാൽ അപ്പോഴും അദ്ദേഹം ആരാണ് തന്നെ കല്ലെറിയുന്നതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും അവരെ തിരിച്ച് ഒരു ആക്രമണത്തിനോ ഒന്നിനും അവരോട് ഒരു എതിര് കാണിക്കാതെ അദ്ദേഹം ആ കുരിശിൽ കിടന്ന് മരിക്കുകയാണ്, വേദന അനുഭവിച്ച്. ഏറ്റവും വലിയ മരണമാണ്. അതുപോലത്തെ വേറൊരു മരണം ലോകത്തുണ്ടായിട്ടില്ല. ആ മരണം തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹത്തിന് ഉദാഹരണം. ആ സ്നേഹം അത് മറ്റുള്ളവർ അതിൻ്റെ കുറച്ചെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന ഒരു യുദ്ധങ്ങളായിരുന്നാലും ഒരു പ്രശ്നങ്ങളായിരുന്നാലും നമ്മൾ മനുഷ്യർ തമ്മിലുള്ളത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലോകത്തോട്ട് പോകുന്നത്. മനുഷ്യർ തമ്മിലുള്ള പീഡനങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പീഡനങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള ഓരോ വേദനകളും യാതനകളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഓരോന്ന് തന്നെയാണല്ലോ. നമ്മൾ സ്വയം ഉണ്ടെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവില്ല. മറ്റൊരാളിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് എപ്പോഴും വേദന എന്ന് പറയുന്നത്. ആ വേദനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളത് അങ്ങോട്ട് തിരിച്ചു കൊടുത്തു, തിരിച്ച് അവരിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തു, അവരങ്ങോട്ട് കൊടുത്തു. ഇതൊന്നുമില്ലാതെ സ്വയം ആ വേദന അദ്ദേഹം ഉൾക്കൊണ്ട് ഏറ്റവും വലിയ മരണം വരിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ജനനം കൊട്ടാരത്തിലോ വലിയ വീടുകളിലോ ഒന്നുമല്ല. ജനിച്ചത് ആട്ടിടയന്മാരുടെ ആ
ഒരു തൊഴുത്തിലാണ് അദ്ദേഹം ജനിച്ചത്, കാലിത്തൊഴുത്തിൽ. ആ ജനനം തന്നെ എത്ര മഹത്തരമാണ്, എത്ര സിമ്പിളാണ് അല്ലേ? അപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ജനനത്തിന് പോലും ആ സിംപ്ലിസിറ്റി, അല്ലെങ്കിൽ അത് അത്രയും പവിത്രമായി കാണണം. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്, റോമിലൊക്കെ പോയി ഈ പറഞ്ഞ പോലെ ബത്ലഹേമിലൊക്കെ പോയി ഒന്ന് കാണണം. എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പോയിട്ട് വന്നിട്ട് അവരെല്ലാം പോയതും കണ്ടതും ഒക്കെ പറയും. കല്ലറ തുറന്ന് കിടപ്പുണ്ട്, അതൊക്കെ കാണണം, അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലം കാണണം. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ജാതിയോ മതമോ ഒന്നുമല്ല, നമ്മളിതൊക്കെ അറിയുന്ന മനുഷ്യരാണല്ലോ. അപ്പം നമുക്കിതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹത്തരമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. അപ്പോൾ അത് കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലത്ത്, ആ പുണ്യസ്ഥലത്ത് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് തോന്നുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ മഹത് വചനങ്ങളെടുത്ത് വായിച്ചാൽ തന്നെ മതി. മറ്റുള്ളവരെ സ്നേഹിക്കാനും ലളിതമായി ജീവിക്കാനും ഒക്കെ നമുക്ക് പ്രചോദനം നൽകും എന്നുള്ളതിന് വേറൊരു തിരിച്ചു പറയേണ്ട കാര്യമില്ല. അതാണ് ക്രിസ്തു സ്നേഹം. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മഹത്വരം. ഞാൻ അതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ മനോഹരമാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം.